നമസ്കാരം. എനിക്ക് ഫാറ്റി ലിവർ ഉണ്ട്. പെട്ടെന്ന് ദേഷ്യം വരിക. അത് ഈ ഫാറ്റി ലിവറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഈ ലിവർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മൂഡ് സ്വിങ്സുകൾ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ? ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്ത് തള്ളുന്നത് നമ്മുടെ കരളാണ്. ഇതുമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ സ്വഭാവത്തിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാക്കാറുണ്ടോ? കരളിൻ്റെ അസുഖങ്ങളും നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതിനെ പറ്റി നോക്കാം. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്. നമുക്കറിയാം, ഇന്ന് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ഫാറ്റി ലിവർ എന്നുള്ള കണ്ടീഷൻസ്. ഫാറ്റി ലിവർ ഉണ്ടാവുന്നത് എങ്ങനെയെന്നൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും അറിയുന്നുണ്ടാവും. നമ്മുടെ കരളിൽ കൊഴുപ്പടിഞ്ഞിട്ടാണ് ഫാറ്റി ലിവർ എന്നുള്ള കണ്ടീഷൻസ് ഉണ്ടാവാറുള്ളത്. അതിന് പ്രധാനമായിട്ട് ഉണ്ടാവുന്ന കാരണം അമിതമായിട്ടുള്ള കൊളസ്ട്രോൾ, അതുപോലെ തന്നെ ഡയബറ്റിക്, അമിതമായിട്ടുള്ള ഭാരം, എക്സസൈസ് ഇല്ലായ്മ, അതുപോലെ തന്നെ മദ്യം തുടങ്ങിയവയൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങളായിട്ട് ഉണ്ടാവാറുള്ളത്. നേരത്തെയൊക്കെ നമുക്കറിയാം ഈ ലിവർ ഡിസീസ്, അതായത് കരളിനെ ബാധിക്കുന്ന അസുഖങ്ങൾ കൂടുതലായിട്ട് മദ്യപാനികളിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഒരു 50% ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവർക്കും എന്തുണ്ടാവാറുണ്ട്? ഫാറ്റി ലിവർ എന്നുള്ള കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. ഈ ഫാറ്റി ലിവറിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അത് വലിയ സിംറ്റംസ് ഒന്നും കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ അതെന്താ വെച്ചാൽ വളരെ നെഗ്ലക്റ്റ് ചെയ്ത്, അതായത് ഒരു കാര്യമായിട്ടൊന്നും ശ്രദ്ധ കൊടുക്കാതിരുന്നിട്ട് പിന്നീട് അതൊരു കോംപ്ലിക്കേഷൻ ആവുമ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കാറുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഫാറ്റി ലിവറിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു മെറ്റബോളിക് ബാലൻസ് തകരാറിലാക്കുകയാണ് ചെയ്യാറുള്ളത്. അതുമൂലം തന്നെ കരളിലുണ്ടാകുന്ന ലിവർ എൻസൈംസുകളൊക്കെ ചേഞ്ചസ് ഉണ്ടാവും. ആ ലിവർ എൻസൈംസ് ഒക്കെ തകരാറിലാവുമ്പോൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ഉണ്ടാകാറുണ്ട്. ഇനി ആളുകൾ ചോദിക്കാറുണ്ട്, ഈ ഫാറ്റി ലിവർ കണ്ടു എന്ന് പറഞ്ഞാൽ മൂഡ് സ്വിങ്സ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാറുണ്ടോ എന്നുള്ളത്. എപ്പോഴും ഫാറ്റി ലിവറിൻ്റെ ആദ്യഘട്ടങ്ങളിലൊന്നും നമുക്ക് ഇത്തരത്തിലുള്ള മൂഡ് സ്വിങ്സുകളൊന്നും ഉണ്ടാവാറില്ല, സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാറില്ല. കരളൊരു ഡിറ്റോക്സിങ് സെൻ്ററാണ്. അതായത് കരളാണ് നമ്മുടെ ഈ ടോക്സിൻസിനെയൊക്കെ ഡിറ്റോക്സിങ് സെൻ്ററാണ് നമ്മുടെ കരൾ. അപ്പോൾ അതിനൊരു ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസുകൾ കൂടുതലായിട്ട് കാണിക്കാറുള്ളത്. അതായത് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു ആശയക്കുഴപ്പമുണ്ടാവുക, നമുക്കൊരു ശ്രദ്ധക്കുറവുണ്ടാവുക, അതുപോലെ തന്നെ ഉറക്കക്കുറവുണ്ടാവുക, ആശയക്കുഴപ്പമുണ്ടാവുക, ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റ് ഉണ്ടാവുക തുടങ്ങിയവയൊക്കെ ഈ ലിവർ സംബന്ധമായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ സ്റ്റേറ്റിലൊക്കെ എത്തുമ്പോഴാണ് കൂടുതലായിട്ട് കാണിക്കാറുള്ളത്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫാറ്റി ലിവറിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഇത് ഉണ്ടാവാറില്ല. പക്ഷേ ഗുരുതരമായിട്ടുള്ളൊരു ലിവർ ചേഞ്ചസ് ഒക്കെ വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്വഭാവത്തിലുള്ള ചേഞ്ചസ്, മൂഡ് സ്വിങ്സുകളൊക്കെ കാണാറുണ്ട്. എപ്പോഴാണ് നമുക്ക് ഈ മൂഡ് സ്വിങ്സുകളൊക്കെ കൂടുതലായിട്ട് കാണുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അതൊന്നും നമ്മുടെ ഹോർമോൺ ഇംബാലൻസുകൾ വരുമ്പോൾ, പലപ്പോഴും സ്ത്രീകളിൽ മെനോപോസലാവുമ്പം, അതുപോലെ തന്നെ നമ്മുടെ ഗർഭാവസ്ഥകളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഡിഫറൻസിൽ, അതുപോലെ മെൻസ്ട്രുവേഷൻ്റെ മുന്നേ വരുന്ന ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ സ്ത്രീകളിൽ ഇത്തരത്തിൽ ഈ ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോൾ മൂഡ് സ്വിങ്സുകൾ കാണാറുണ്ട്. അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ ഒക്കെ ഇഷ്യൂസുള്ള ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോൾ എല്ലാവരിലും ഇത്തരത്തിൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ മൂഡ് സ്വിങ്സ് കാണുന്നതാണ് നമ്മുടെ ഉറക്കക്കുറവ്. മറ്റൊന്ന് സമ്മർദ്ദം, നമുക്ക് സ്ട്രെസ്, ടെൻഷനൊക്കെ വരിക, ഷുഗറിൽ ലെവലിൽ ചേഞ്ചസ് വരിക, പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസ്, ഇതൊക്കെ നമുക്ക് പൊതുവേ മൂഡ് സ്വിങ്സുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു എക്സസൈസ് അതിനൊരു പ്രധാന ഘടകമാണ്. നമ്മുടെ മൂഡ് സ്വിങ്സുകളൊക്കെ കുറയ്ക്കാനും അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ കരളൊരു ഡിറ്റോക്സിങ് സെൻറ്റർ ആയതിനാൽ തന്നെ നമ്മുടെ കരളിൻ്റെ ഹെൽത്ത്നെസ് നമ്മുടെ മൈൻഡിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ ഒരു ലിവർ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിലെയും എല്ലാ തരം ഹോർമോൺസുകളും നമ്മുടെ മൈൻഡ് ഹാപ്പി ആയിരിക്കാനും കൂടി ഹെൽപ്പ് ചെയ്യും. ഇനി എങ്ങനെയാണ് ഈ ഫാറ്റി ലിവർ വരുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം പറയേണ്ടായി, അമിതമായിട്ടുള്ള കൊളസ്ട്രോൾ, ഷുഗർ, നമ്മുടെ അമിത ഭാരമൊക്കെ ഇതിനൊരു പ്രധാന ഘടകമാണ് എന്നുള്ളത്. ഈ കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ, അതുപോലെ തന്നെ ഈ ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട 5 കാര്യങ്ങൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അമിത ഭാരം കുറയ്ക്കുക, കൃത്യമായിട്ടുള്ള എക്സസൈസ് ഫോളോ ചെയ്യുക എന്നുള്ളത്. ഏതൊരു വ്യക്തിയാണെങ്കിലും ഫാറ്റി ലിവറിൻ്റെ ഒക്കെ ഫസ്റ്റ് ഗ്രേഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് എക്സസൈസ് ഫോളോ ചെയ്യുക. ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകളിൽ തന്നെ ഈ ഫാറ്റി ലിവർ വിത്തൗട്ട് മെഡിസിൻസ് തന്നെ നല്ല രീതിയിൽ കുറഞ്ഞു വരാറുണ്ട്. രണ്ടാമതായിട്ട് പറയേണ്ടത് ഡയറ്റിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ നമ്മൾ നിയന്ത്രണ വിധേയമാക്കുക. നമ്മൾ ഡയറ്റിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് വെളുത്ത അരി ഒഴിവാക്കുക. അതിന് പകരം നമ്മൾ ബ്രൗൺ റൈസ്, ഗോതമ്പ്, ഓട്സ് തുടങ്ങിയവ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. പയർ വർഗ്ഗങ്ങൾ നന്നായിട്ട് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ നട്ട്സുകൾ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതിനകത്ത് തന്നെ വാൾനട്ട്, ബദാം പോലെയുള്ളവയൊക്കെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇതൊക്കെ ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഒലിവ് ഓയിൽ മറ്റൊരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രൂട്ട്സുകളിൽ കഴിക്കേണ്ട ഒന്നാണ് നമ്മുടെ ആപ്പിൾ. ഇതിനകത്തുള്ള ഫൈബർ നമ്മുടെ ഫാറ്റി ലിവർ കുറയ്ക്കാൻ നമ്മുടെ ലിവറിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും.
മറ്റൊന്നാണ് നമ്മുടെ ബനാന. ഒരു മീഡിയം സൈസ്ഡ് ബനാന കഴിക്കുന്നതും ഇതുപോലെ തന്നെ നമ്മുടെ ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി പച്ചക്കറികളുടെ കാര്യത്തിലാണെങ്കിൽ ചീര, ബ്രൊക്കോളി തുടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതും ഫാറ്റി ലിവറിൻ്റെ തോത് നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ പറയേണ്ട. ഇനി ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാർബണൈസ്ഡ് ഡ്രിങ്ക്സുകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, മധുരം, വെളുത്ത റൈസ് അതായത് വെളുത്ത അരി എന്നിവയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മദ്യം, പുകവലി തുടങ്ങിയവ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇനി അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടി കൃത്യം നല്ല രീതിയിൽ നമ്മൾ റെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. 7 മുതൽ 8 മണിക്കൂർ വരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു ഉറക്കം ലഭിക്കുന്നു എന്നുള്ളത്. ഈ ഉറക്കം നമ്മുടെ മനസ്സിനെയും അതുപോലെ തന്നെ ശരീരത്തിനെയും ഒക്കെ നല്ല രീതിയിൽ റിലാക്സ് ചെയ്യുകയും നമ്മുടെ ലിവറിൻ്റെ ഫംഗ്ഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 7 മുതൽ 8 മണിക്കൂർ കൃത്യമായിട്ട് ഉറക്കം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അമിതമായിട്ട് ഭാരമുള്ള വ്യക്തികളാണെങ്കിൽ അവരതിനനുസരിച്ച് തന്നെ നമ്മുടെ BMI മെയിൻറ്റെയിൻ ചെയ്തിട്ട് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് 2 മുതൽ 3 ലിറ്റർ വരെ നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളത്. നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കുക. നമ്മൾ ചെയ്യുന്ന ജോലി അതുപോലെ തന്നെ കാലാവസ്ഥയൊക്കെ അനുസരിച്ചിട്ട് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നല്ല രീതിയിൽ കുടിക്കുക എന്നുള്ളത്. ഒരു 2 മുതൽ 3 ലിറ്റർ വരെയെങ്കിലും നിങ്ങൾ വെള്ളം കുടിക്കുക എന്നുള്ളത്. ഫാറ്റി ലിവറിൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. അതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഡ്രിങ്കാണ് നമ്മുടെ ബ്ലാക്ക് കോഫി. ഈ ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ കുടിക്കുന്നത് നല്ല രീതിയിൽ നമ്മുടെ ഫാറ്റി ലിവർ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഫാറ്റി ലിവർ ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ കുടിക്കുന്നത് ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പലപ്പോഴും ആളുകളിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഫാറ്റി ലിവർ കണ്ടു അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്കിത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് എന്നുള്ളത് ആളുകൾക്ക് അറിയേണ്ടത്. പലപ്പോഴും എന്താ വെച്ചാൽ മറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ വയറുവേദന അല്ലെങ്കിൽ മെൻസസിൻ്റെ ഒക്കെ ഇറഗുലാരിറ്റീസ് ഒക്കെ ആയിട്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴാവും അവരിൽ കാണാറുള്ളത് ഇത്തരത്തിലുള്ള ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ള കണ്ടീഷൻസ്. നിർബന്ധമായിട്ട് നമ്മൾ ഡോക്ടറെ കാണേണ്ട അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ SGOT SGPT ലെവൽ, അതായത് ലിവറിൻ്റെ ഹോർമോൺസുകളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ലിവർ എൻസൈംസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ ബ്ലഡ് റിപ്പോർട്ടിലൊക്കെ കാണുക. അതുപോലെ തന്നെ വയറുവേദന ഉണ്ടാവുക, അമിതമായിട്ട് ക്ഷീണം ഉണ്ടാവുക, മഞ്ഞപ്പിത്തം ഫീൽ ചെയ്യുക എന്നീ അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പെട്ടെന്ന് ഡോക്ടറെ കാണേണ്ടതാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യം എന്നുള്ളത് നമ്മുടെ മനസ്സുമായിട്ടൊക്കെ റിലേറ്റഡ് ആണ്. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ലിവർ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിനും ഹെൽത്തി ആയിട്ടിരിക്കാൻ സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ലിവറിൻ്റെ ഹെൽത്തിനെ നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കാൻ സാധിക്കും. ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. അതിനായി ഞങ്ങൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് ആണ് കൊടുക്കാറുള്ളത്. മറ്റൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഈ മെഡിസിൻ ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്നതാണ്. ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്.